ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6-7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബ്രെഡ് ഇതുപോലെ ഒന്ന് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയും ഒരു സ്പൂണ് കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പൊടിച്ചെടുക്കണം, ഒരുപാട് ഇങ്ങനെ ഇതാക്കി പോയി ചെറിയ ചെറിയ പീസായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ആ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. ഒരുപാട് ചിലവൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏത് വേണമായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന എടുക്കാം, കുഴപ്പമില്ല. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ഒരു 2 പച്ചമുളക്, എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ മീഡിയം സൈസിൽ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര എണ്ണം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഇപ്പോൾ ഞാനൊരു 7-8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 8-10 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്ര ഇത് വെച്ചിട്ട്. ഒരുപാട് ആ ബ്രെഡിൻ്റെ ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഫില്ലിങ് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ ഈ സവാളയുടെ എല്ലാം നിറം ഒന്ന് മാറി കിട്ടണം. ഒന്ന് ചുമന്ന കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പെരുംജീരകം വേണം ഒരല്പം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം തീ നല്ലപോലെ സിമ്മിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം, നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് ഒഴിച്ച് കൊടുത്ത് ആ വെള്ളം നമുക്കൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഈ സവാള ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം മതി, ഒരുപാടൊന്നും ഒഴിക്കരുത്. ഇപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഈ മസാലയിൽ മിക്സാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ അരപ്പ് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഒരല്പം വെള്ളം ഒരു പാത്രത്തിൽ വയ്ക്കാം. അതിനകത്ത് ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ വെള്ളയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, ആ ഫില്ലിങ് അത് ഇതിനകത്തോട്ട് നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 4 കോണും ഇതുപോലെ ഒന്ന് ഇങ്ങനെ പിടിച്ച് മടക്കി. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തൊന്നും കിട്ടത്തില്ല. എന്നാൽ വലിയ ബ്രെഡുണ്ട് നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ഉണ്ടാക്കുന്നത്, അതാണെങ്കിൽ പക്ഷേ അത് ഒത്തിരി വലുതായി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ കൈക്കകത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം. അപ്പോൾ ഞാനത് അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്.
ഇത് കണ്ടോ, ഇത് വലിയ ബ്രെഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും, പക്ഷേ അത് ഒത്തിരി വലുതായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് മടക്കി നമുക്കത് കൈയുടെ വെള്ളയിൽ വെച്ച് ഒന്ന് ഉരുളനാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാനിതാ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് വേണം. അപ്പോൾ ഞാൻ ആ സൈഡ് കട്ട് ചെയ്തതും അല്ലാതെ 1-2 ബ്രെഡും കൂടെ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം ഒന്ന് ബ്രെഡ് ക്രംസ് പിടിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിലൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും. അപ്പം നല്ലപോലെ ഒരു ബോളിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത്ര ഇതായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. അത് വീഡിയോ എന്തോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ തിരിച്ചു മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കോരിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടായിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ്. അതിൻ്റെ മണം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ എളുപ്പത്തിലുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.